ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സ്വതം മഴയൊക്കെ തകർത്തി പെയ്യല്ലോ. അപ്പോൾ അങ്ങനെ മഴയെ തോൽപ്പിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെ കണ്ടു. കാരണം പുറത്ത് ഭയങ്കര തണുപ്പാണെങ്കിൽ ഇത് കണ്ടപ്പോൾ ഭയങ്കര ചൂട് പിടിച്ച ഒരവസ്ഥ തന്നെയാണ് സംഭവിച്ചത്. കാരണം വേറെ ഒന്നുമില്ല, ഒരു നാടൻ ബോംബാണ് പൊട്ടിത്തെറിച്ചത്. പ്രത്യേകിച്ച് അപകടം ഒന്നുമില്ലാതെ തന്നെ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മളിത് ഏതാണ് പറയുന്നത് തന്നെ തമ്മിലിനെ എല്ലാവരും കണ്ടിരിക്കും. നമുക്കതിന് ഡീറ്റെയിൽ ആയി തന്നെ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു തമിഴ് മൂവിയാണ് ഏഡ്സ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഏഡ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, വിജയ് സേതുപതിയാണ് ഇതിൽ പ്രധാനമായും കാസ്റ്റിംഗ് വന്നത്. തമിഴ്നാട്ടിലെ തന്നെ മറ്റൊരു ധ്യാൻ ശ്രീനിവാസന് വിശേഷിക്കാൻ സാധിക്കും. കാരണം നമ്മുടെ കേരളത്തിലെ ധ്യാൻ ശ്രീനിവാസനാണ് തമിഴ്നാട്ടിലെ ധ്യാൻ ശ്രീനിവാസമായിട്ട് വിജയ് സേതുപതി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് നല്ല ക്വാളിറ്റി പടങ്ങളൊക്കെ ചെയ്യും. പക്ഷേ എന്താ പറയുക, ഇടയ്ക്ക് നല്ല നല്ല ബോംബ് പൊട്ടും. അദ്ദേഹത്തിന് സ്വന്തം ഫാൻസിന് പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ പോലും അറിയുന്നുമില്ല, പോകുന്നില്ല. ഈ ഇടയ്ക്ക് വിജയ് സേതുപതി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, കാരണം ഈ പടത്തിൻ്റെ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്, കാരണം കൂടുതൽ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല എന്നും. തീർച്ചയായിട്ടും അത് വളരെ നന്നായി. കാരണം ഒരുപാട് പേര് അറിയാത്ത പോയതുകൊണ്ട് ഒരുപാട് രക്ഷപ്പെട്ടു, നമ്മളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടു എന്നൊരവസ്ഥ തന്നെയാണ്. അപ്പോൾ അരുൺ കുമാർ മുഖർ എന്നാണ് ഇതിൻ്റെ ഡയറക്ഷൻ സ്ക്രിപ്റ്റിംഗ് ചെയ്തിട്ടുള്ളത്. മ്യൂസിക് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റിൻ പ്രഭാകരാണ്. അതുപോലെ തന്നെ ബാൻഡ് സ്കോർ ചെയ്തിട്ടുള്ളത് സാം CS ആണ്. അപ്പോൾ തിരിച്ചാൽ ഇത്രയും നല്ല ടെക്നീഷ്യനായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ ടീം തന്നെയാണ്. ഇതിലിപ്പോൾ വിജയ് സേതുപതിനെ കൂടാതെ ഇതിൽ കാസ്റ്റിംഗായി വന്നിട്ടുള്ളത് ദിവ്യ പിള്ളൈ, അപ്പം രുക്മിണി വസന്ത്, യോഗി ബാബു തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ബാക്കിയും ഒരുപാട് അവിടെ ഇവിടെ ഒരുപാട് താരങ്ങൾ വരുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും 2 ലൊക്കേഷനൊക്കെയാണ് നടക്കുന്നത്, ദുബായ് അതുപോലെ തന്നെ മലേഷ്യ തുടങ്ങിയ പ്രധാനമായും ലൊക്കേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റാർട്ടിങ് നമ്മുടെ കഥാനായകൻ്റെ ബിൽഡപ്പും പരിപാടിയും കാരണം മുന്നോട്ട് പോകുന്നുണ്ട്. ജയിലിലാണ് അദ്ദേഹം. ജയിലിൽ നിന്നും നേരെ എയർപോർട്ടിൽ വരുന്നു. എയർപോർട്ടിൽ വെച്ച് വരുന്നുണ്ട് ബോൾട്ട് കണ്ണെന്നാണ്. അപ്പോൾ എനിക്ക് ഏകദേശം ഇതിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിപ്പെടുന്നത് മക്കളെ ആപത്തിലേക്ക് എന്നുള്ള ഒരു ടൈറ്റിൽ തന്നെയാണ് തുടക്കത്തിൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിജയ് സേതുപതി ഇൻട്രോ ആണെങ്കിലും ബിൽഡപ്പ് ആണെങ്കിലും ആ ഡെലിവറിക്ക് കണ്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായിരുന്നു, എന്തായാലും ബോംബിൽ തന്നെയാണ് നമ്മൾ കയറി ഇരുന്നിട്ടുള്ളത്. എന്തായാലും ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടാമെന്ന്. കാരണം ഇത് ഓരോ അടുക്കും തോറും ഈ സാധനം ഇങ്ങനെ ഭയങ്കര ഡേഞ്ചറായി കൊണ്ടുവരുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ പടം കണ്ടപ്പോൾ തോന്നി. കാരണം ഇവിടെയും ഭയങ്കര ലെങ്ത്താണ് ഏറ്റവും വലിയ വില്ലനായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ മലയാളിഷ്ടം നമ്മുടെ കഥാനായികയെ തന്നെ ബോൾട്ട് കാണാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ദിയാത്തിൻ്റെ പണ്ടത്തെ ഒരു ഫ്ലാഷ് ബാക്കും പരിപാടി എങ്ങനെയാണ് ബോൾട്ട് എന്നുള്ള പേര് വന്നെന്ന് പറയുന്നുണ്ട്. അതിലേക്ക് ദിവ്യ പിള്ള ബാക്കറാണ്. അയ്യോ സാറേ, ഞാൻ ജോസഫ് കുരുവിള ആ പരിപാടി എന്നല്ല, ദിവ്യ പിള്ള ബാക്കറായിട്ട് വന്നിട്ടുള്ള നമ്മുടെ മലയാള നടിയാണ്. അതിനിടയ്ക്ക് നമ്മുടെ കഥാനായിക വരുന്നുണ്ട്. കഥാനായിക കഥയും ഇടയ്ക്ക് വരുന്നു പോകുന്നു. ആളൊരു ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ സ്റ്റെപ്പ് ഫാദർ ഉണ്ട്. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു സൈക്കോപാത്ത്, ഒരു വില്ലൻ പോലീസുകാരൻ, സ്ഥിരം പടത്തിലെ പാറ്റേൺ പോലെ തന്നെ നമ്മുടെ നായകരെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നായകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും സങ്കടം കേട്ട് കഴിഞ്ഞാൽ തൻ്റെ പ്രശ്നമായിട്ടത് ഇടപെട്ട് പോകും. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട കണ്ടൻറ്റായി യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നായകൻ നമ്മുടെ മലേഷ്യയിലോട്ട് എത്തുന്നു. അങ്ങനെ എല്ലാവരുമായിട്ടും മടുക്കുന്നു. നമ്മുടെ നായകൻ്റെ ഫ്രണ്ട്സിൻ്റെയും അതുപോലെ തന്നെ നായകയുടെയും സങ്കടം എല്ലാം കേട്ട് അവൻ വീണ്ടും കൊള്ളയടിക്കാൻ ഇറങ്ങുന്നു. അതാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതിന് വേണ്ടി ശ്രമിക്കുന്ന പ്രശ്നങ്ങളും എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് ഇങ്ങനെ കഥ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവായി ഘടകമായി പറയാനുള്ളത് സാം CS ഇപ്പോൾ ജസ്റ്റിൻ പ്രകാരം മ്യൂസിക്കാണ്. അത്യാവശ്യം കൊള്ളാമായിരുന്നു. എസ്പെഷ്യലി ഇതിൽ കുറച്ച് കഴിഞ്ഞൊരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ അതിൽ വരുന്ന ബാൻഡ് സ്കോർ കൊള്ളാമായിരുന്നു. ഒരു ബാറിൽ വെച്ചിട്ട് സ്ഥിരം പടത്തിൽ പോലെ തന്നെ നായകന്മാരെ ശല്യം ചെയ്തു, നായകൻ കയറി ഇടപെടുന്നു, ഫൈറ്റ് സീൻ കാര്യങ്ങളും അത് എടുത്തിട്ടുള്ള ഡെവലപ്പും കാര്യങ്ങളൊക്കെ കൊള്ളാമായിരുന്നു. അതിനുശേഷം ഒരു കല്ലുകടിയായിട്ട് തോന്നി. അതിനുശേഷം ഒരു കപ്പിൽ വെച്ച സീൻ വരുന്നുണ്ട്, അത് അത്യാവശ്യം കൊള്ളാമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതായത് ചില സീൻസൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പക്ഷേ പടത്തിൻ്റെ ഡ്യൂറേഷൻ ആയതുകൊണ്ട് തന്നെ മടുപ്പ് ഗംഭീരമായിട്ട് എത്തിപ്പെട്ടു. കാരണം ഇതിൻ്റെ സെക്കൻഡ് ഹാഫിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കഥാകൃത്തിനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർക്കോ രണ്ടും ഒരാളാണ്. അപ്പോൾ അതിന് പിടിയില്ലാതെ തോന്നുന്നുണ്ട്. എന്തൊക്കെയോ ചെയ്ത് വയ്ക്കുന്നുണ്ട് സിനിമ പടത്തിലെ പാറ്റേൺ പോലും. ഭയങ്കര ഇൻട്രബിൾ പോലും അറിയുന്നത് പോലും ആവുന്നത് പോലും അറിയില്ല. കാരണം വെച്ച് ആ നിലയ്ക്കാണ് കൊണ്ടുവച്ചിട്ട് ഒരു സീരിയൽ അവരാധം പിടിച്ചുള്ള ഒരു പരിപാടിയും കാരണം ഗംഭീരമായിട്ടുള്ള ഒരു മലങ്കൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ പോലും എവിടെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന തരത്തിൽ എവിടെയും പടത്തിൽ ഒരു എന്താ പറയുക, ഒരു ഹോപ്പ് നമുക്കുണ്ട് തോന്നുന്നല്ലോ, ആ സംഭവം പടത്തിലോട്ട് വരുന്നില്ല. അത് ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ വിജയ് സേതുപതിയെ കുറിച്ച് പറഞ്ഞ മികച്ചൊരു നടനാണ്, അല്ലെങ്കിൽ അതേപടി നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇടയ്ക്ക് ഇങ്ങനെ ബോംബ് പൊട്ടിക്കുന്ന, അവിടെ ധ്യാൻ പൊട്ടിക്കുന്ന പോലെ തമിഴ്നാട്ടിൽ ധ്യാൻ ശ്രീനിവാസനാണ് വിജയ് സേതുപതി. നമുക്കെല്ലാവർക്കും അറിയാം. കാരണം മഹാരാജപ്പുറത്ത് അതിഗംഭീരമായിട്ടുള്ള പടം, ചൈനയിൽ പോലും ഗംഭീരമായ കളക്ഷൻ മുന്നോട്ട് നേടിച്ചിട്ടുള്ള വ്യക്തി, അവസാനം ഇറങ്ങിയിട്ടുള്ള എനിക്കൊന്നും പോസിറ്റീവായി തോന്നിയിട്ടുള്ള ഒരു പടം തന്നെയാണ്. അതിനുശേഷം 2-3 ബോംബൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, ആരും അറിഞ്ഞിട്ടില്ലെന്ന സാധനം. അങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരു ബോംബ് പൊട്ടി ഒരവസ്ഥ തന്നെയാണ്. കാര്യമില്ല, ഇനി അടുത്ത് നന്നായിട്ട് തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കും. രുക്മിണി വസന്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ തമിഴിലും തെലുങ്കിലൊക്കെ ഫേമസായി വരുന്ന നടി തന്നെയാണ്. ആ തിരിച്ചിടും നായികയ്ക്ക് പ്രധാനമായിട്ടും രുക്മിണി എന്ന് തന്നെയാണ് പേരെടുക്കുന്നത്. രുക്കു എന്നാണ് ഇതിൽ വിളിക്കാറ്.
അപ്പോൾ രുക്മിണിയുടെ പ്രശ്നങ്ങൾ സങ്കടമൊക്കെ നമ്മുടെ നായകനെ അറിയാം. അപ്പോൾ രുക്മിണിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പൈസ വേണം. അപ്പോൾ അതിനിടയ്ക്ക് ഇമോഷണലായിട്ട് സ്ഥിരം പടത്തിലെ പോലെ തന്നെ കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. കുറച്ചും കൂടി എന്താ പറയുക, നാടൻ വേഷം കുറച്ചും മോഡേണായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റേതായ രീതിയിലൊക്കെ പടത്തിൽ കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല ദിവ്യപിള്ളയെ കുറിച്ച് പറയുക പറയുക എനിക്കൊന്നും തമിഴിലോട്ട് ആണ് കുറച്ച് ചാൻസ് കിട്ടിയപ്പോൾ ഗ്ലാമർ വേഷങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ യോഗി ബാബു സ്ഥിരം പടത്തിലെ പോലെ തന്നെ വെറുപ്പിക്കലാണ്. കോമഡി ഒന്നും ഒട്ടും തന്നെ എനിക്ക് ഇമ്പ്രസീവായി തോന്നിയില്ല. കോമഡിക്ക് വേണ്ടിയിട്ടാണോ സീരിയസിന് വേണ്ടി പല പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ, അതും കോമഡിയായിട്ട് തോന്നി. പിന്നെ ഇൻ്റർവെല്ലോ അതുപോലെ തന്നെ ഈ കഥാപാത്രം, അതായത് മിങ്കിളയും വെള്ളയും ഒരു പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥാപാത്രം എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കൽ, കാണുന്ന വ്യക്തി താനാണെങ്കിൽ തൻ്റെ കൂടെയുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഒരു തോന്നൽ വേണം. കാരണം ഈ വിജയ് സേതുപതി അവതരിപ്പിക്കുന്ന ബോൾട്ട് കണ്ണ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്താണ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇമോഷൻസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ കണ്ടൻസ്, ഒന്നും കാര്യങ്ങളൊന്നും തന്നെ പ്രേക്ഷകരിലേക്ക് കണ്ടു ചെയ്യാൻ സാധിക്കുന്നില്ല. ഏറ്റവും വലിയ ഒരു നെഗറ്റീവായി തോന്നുന്നു. ഇപ്പോൾ നായിക കുറേ സങ്കടങ്ങളൊക്കെ അവിടെ നിന്ന് പോയി പറയുന്നുണ്ട്. നമ്മളൊരു ഭാഗത്തിരുന്ന് മാറി കഥ പറയുന്ന പോലെ എനിക്കും തോന്നിയിട്ടുള്ളൂ. അതൊട്ടും തന്നെ ഇമ്പ്രസീവായി തോന്നിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു വേറെ പെൺകുട്ടി വരുന്നുണ്ട്, കൂള് കരഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോവും. പിന്നെ ദിവ്യപിള്ള പ്രത്യേകിച്ച് ഇത് ചെയ്യാത്ത ഒരു കഥാപാത്രം, അതിന് വില്ലനായിട്ട് വരുന്നുണ്ട് ഒരു പോലീസുകാരൻ, അദ്ദേഹത്തിൻ്റെ പേരറിയില്ല. ഇപ്പോൾ അടുത്ത കാലത്തായി തമിഴ് സിനിമയിലൊക്കെ ഒരു സാന്നിധ്യമായിട്ട് വരുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ഭൂലോക വെറുപ്പിക്കലും ദുരന്തമായിട്ട് തോന്നിയിട്ടില്ല, എനിക്കതാ തോന്നും. ഇതിനിടയ്ക്ക് ഒരു മലേഷ്യൻ പോലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രം വരുന്നുണ്ട്, ഒരു കോമഡി പീസാക്കി കളഞ്ഞിട്ടുണ്ട്. ഏത് വ്യക്തിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മലേഷ്യയിലെ പോലീസാണ്, പണ്ടത്തെ മുറിയും മീശൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. കൊള്ളടിച്ചു ഏതാണ് പോലീസാണ്, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. ഒരു പൊട്ടനായിട്ട് പടം എൻഡ് ചെയ്യുന്നുണ്ട്. ഒരു കോമാളി വേഷമാണ് ചെയ്തിട്ടുള്ളത്. കാരണം അധികം നേരമൊന്നും ആ വ്യക്തിക്ക് ഇല്ല, സ്പേസ് കൊടുത്തില്ല. സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു 2-4 സീൻസൊക്കെയുള്ള ക്ലൈമാക്സിൽ വന്ന് കഥ പറഞ്ഞ് പോകുന്നുണ്ട് ആ വ്യക്തി. പിന്നെ അങ്ങനെയൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അറിഞ്ഞ മുറിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബോംബ് പൊട്ടിച്ച അവസ്ഥ. എനിക്കൊരു മലങ്കൾട്ടെന്നോ വിശേഷിക്കാൻ സാധിക്കുമോ, അതോ അപരാധം പിടിച്ച പടമെന്നോ. മലേഷ്യൻ മലങ്കൾട്ട് അത്യാവശ്യം നല്ല ചേരുന്നൊരു കഥമാണ്. കാരണം മലേഷ്യയിലാണ് കഥ നടക്കുന്നതും കഥംകുതമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ്. കാരണം തിരിച്ചെടുത്ത് പൈസ പോയിട്ടുള്ള നല്ലൊരു വിഷമം തന്നെ ഉണ്ട്. കാരണം വിജയ് സേതുപതി ഒരു നടനാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ആ ഒരു നടനത്യം പടത്തിൽ കാണാൻ സാധിച്ചിരുന്നില്ല. ഡയറക്ഷനാണെങ്കിലും തിരക്കഥയാണെങ്കിലും എല്ലാം കൊണ്ട് തന്നെ വീക്കോട് വീക്ക് അതിനേക്കാൾ യോജിച്ചൊരു വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇറിറ്റേഷൻ ചെയ്യുന്ന പോലത്തുള്ള ഒരു പ്രകടനവും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇടയ്ക്ക് വരുന്ന പാട്ടുകൾ കൊള്ളാമായിരുന്നു. ചില സീൻസ് വർക്കൗട്ടായി എന്ന് മാത്രം. ബാക്കിയെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു മലങ്കൾട്ട് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വിജയ് സേതുപതിയുടെ സ്ഥിരം പടക്കങ്ങളിലേക്ക് ഈ ലിസ്റ്റിലും ഈ പടക്കവും കയറുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനത്തെ തന്നെയാണ് സ്ഥിതിഗതികൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായം നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു മലങ്കൾട്ട്, നാടൻ ബോംബ് പ്ലസ് അപരാധം എല്ലാം കൂടി കലർന്നിട്ടുള്ള ഒരു ദുരന്തം ലെവൽ തന്നെയാണ്. മഴക്കാലത്ത് സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടൊക്കെ വൈരാഗ്യമുണ്ടെങ്കിൽ പിടിച്ചിരുത്തി പടം കാണിക്കുക. അപ്പോൾ ശേഷം ശുഭം.